അസ്സലാമു അലൈക്കും. ചില കുട്ടികൾ എത്ര കൊണ്ടാലും പഠിക്കില്ല. അങ്ങനെ ഒരു കുട്ടിയാണ് ദാ ഈ കാണുന്ന കുട്ടി. പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, ഒന്ന് കണ്ടുനോക്ക്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആസിയ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്ന സമയത്ത് 5 നേരം പള്ളിയിൽ പോകാൻ എന്നെ അനുവദിക്കണം എന്ന നിബന്ധനയോട് കൂടിയാണ് ആസിയ റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ. ഞാൻ കൃത്യമായി കൊണ്ട് തെളിവുകൾ സഹിതം തെളിയിച്ചു കൊടുത്തിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ പണ്ഡിതരായിരിക്കും എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. ഇനി ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാത്തതെങ്കിൽ ഈ സമസ്തയുടെ ഒരു പണ്ഡിതൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. സ്ത്രീകൾക്ക് നിർവാചകം പള്ളിക്ക് വരക്കപ്പെട്ട പാടില്ല. അവർ പെണ്ണ് പള്ളിയിൽ പോകുകയാണെങ്കിൽ അങ്ങനെ തടയാൻ ചാൻസ് അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തിൽ മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളുടെ ഭാര്യ സൂര്യനാഥിക്ക് പോകാൻ തടയാൻ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഉള്ള തടയാൻ എല്ലാ സാഹചര്യവും ഒത്തണങ്ങിയാൽ സ്ത്രീകളെ തടയാൻ ഒരു ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് സത്യം. ഉസ്താദിന് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? പിന്നെ എനിക്ക് മനസ്സിലാകാത്ത ഫറഹുട്ടിക്കല്ലേ ഇപ്പൊ കാണിച്ച ക്ലിപ്പില്ലേ, അമ്പലക്കട ഉസ്താദിന്റെ ക്ലിപ്പ്, അതിന്റെ ബാക്കി ഭാഗം കൂടി ഒന്ന് കാണിക്കാൻ പറ്റുമോ? എന്തിനാണ് ഇങ്ങനെ കട്ടുമുറിച്ചിടുന്നത്? കട്ടുമുറിച്ച ക്ലിപ്പിന്റെ ബാക്കി കൂടെ ഒന്ന് കേട്ടു പഠിക്കട്ടോ കുഞ്ഞുട്ടി. പക്ഷെ അതേ ആതിഖ റളിയല്ലാഹു അൻഹ അവസാന കാലത്ത് ജുമാക്ക് പോക്ക് നിർത്തി. ഉമറുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ആതിഖയോട് ആളുകൾ ചോദിച്ചു, ലിമാ തഖ്റുജുൽ മസ്ജിദി, ഇപ്പം താങ്കൾ പള്ളി പോകാത്ത? മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾക്ക് അനിഷ്ടമായിട്ടും പോയതില്ലേ? അപ്പൊ ആതിഖ പറഞ്ഞ മറുപടി എല്ലാറ്റിനും ഫിറ്റ. അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ കുറച്ച് സ്ത്രീകളൊക്കെ ഹറാമില്ലല്ലോ എന്ന് പോയിരുന്നു, പക്ഷെ മനുഷ്യന്മാരുടെ കാലത്താ, ഇപ്പൊ പോകാൻ പറ്റൂല. അവരാണ് സ്വഹാബത്ത്. കുഞ്ഞുട്ടിക്ക് മനസ്സിലായില്ലേ? അത്തിക്കാബി പിന്നെ പള്ളിപ്പൊക്ക് നിർത്തിയെന്ന് തന്നെയല്ലേ കുറെ നാളുകളായി കിതാബുകൾ ഉദ്ധരിച്ച് ഞാനും പറഞ്ഞത്. ഏതായാലും ഖുർആാനും കൂട്ടിട്ടില്ല, ഹദീസും ഇല്ല, ഇമാമിങ്ങളുടെ ഉദ്ധരണികളും ഇല്ല. അപ്പൊ പിന്നെ അമ്പലക്കട ഫൈസി ഉസ്താദിനെ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കിയതാ. പാവം അവിടെയും പെട്ടുപോയി. ആ പ്രഭാഷണത്തിൽ തന്നെ അമ്പലക്കട ഉസ്താദ് ഷറഹ് മുസ്ലിമിലെ ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്, ഒന്ന് കേട്ടു. അടുത്ത ഷർത്ത് വലാശാപത്തൻ, യുവതികളാകാനും പാടില്ല. യുവതികൾക്ക് പറ്റില്ല, ആവശ്യപ്പെടുന്ന 30 യുവതികളാണ്. ഇന്നാണ് കിഴവികൾക്ക് പോയപ്പോൾ പറ്റി തരുന്നത് വനഹുവഹ, യുവതികളെ പോലെ കണ്ടാൽ ആഗ്രഹം ജനിക്കപ്പെടാവുന്ന കിഴവികൾക്കും പറ്റില്ല. നിമ്മ യുഫ്തനു ബിഹ. എന്നാ പിന്നെ ഈ ആൾക്ക് പിന്നെ പോകാൻ പറ്റില്ല? കണ്ടാൽ ആകർഷകത്വമില്ലാത്ത കിഴവികൾക്കും പറ്റൂല. പിന്നെ ഏത് തരം കിഴവികളാ? വാശിയേറിയ ഇലക്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ ചില ഉമ്മമാരുടെ ചെറുപ്പക്കാരെ പിടിച്ച് കസലോട് ഇരുത്തും, വോട്ട് പോകരുത് വിചാരിച്ചിട്ട്. അങ്ങനെ പിടിച്ച് വലിച്ച് കസലിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഉമ്മമാർക്ക് പോകാണെങ്കിൽ പോകാം എന്നാണ് അടുത്തത്. പക്ഷേ അങ്ങനെ പോകാൻ പറ്റുമോ? അത് പറയാണ് വാലായിക്കുന്ന ഫിത്വരീഖി, വഴിയിൽ ഉണ്ടാകാൻ പാടില്ല. ഫസാദ്, അവളിൽ നിന്നോ അവളുടെ മേലിലോ വഴിയിൽ ഫിത്തന ഫസാദ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാൻ പാടില്ല. ഫിത്തന നേരത്തെ സൂചിപ്പിച്ചു, അന്യ ഒരു പുരുഷൻ മനഃപൂർവ്വം ദൃഷ്ടി നോക്കുന്ന പോലും ഫിത്തനയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഷർത്തുകൾ പാലിക്കപ്പെടാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് അത് ഹറാമാണെന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വിശദീകരിച്ചത്. ഇതാണ് ഹദീസിന്റെ വ്യാഖ്യാനം. ഇനിയെങ്കിലും എന്റെ ഫറഹുട്ടി തട്ടിപ്പ് വെട്ടിപ്പ് ഇല്ലാതെ ജീവിക്കാൻ നോക്കുക. ആദർശത്തിൽ നിന്ന് അങ്ങനെ ജീവിക്കാൻ കഴിയുള്ളൂ. നന്നാകണ്ടേ, സ്വർഗത്തിൽ പോണ്ടേ. അള്ളാഹു നന്നാകട്ടെ, ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്.